എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വേറെ ഒന്നുമല്ല, ഞാൻ നാട്ടിൽ നിന്ന് കുട്ടീനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല, ഫുള്ള് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അങ്ങനെ പറ്റിയില്ല, കാരണം കയ്യിൽ കുട്ടി അങ്ങനെയൊക്കെ ആയപ്പോൾ എടുക്കാൻ പറ്റിയില്ല. സോ അത് ക്ഷമിക്കുക. അടുത്ത വ്ളോഗ് എന്തായാലും അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ വ്ളോഗ് ഒന്ന് കണ്ടിട്ട്. ഞങ്ങളൊരു 6:30 കൊച്ചിക്ക് എത്തി. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി ഞങ്ങൾ നേരെ പോയത് ലോഞ്ചിക്കാണ്. അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച്. കാരണം വീട്ടിൽ നിന്ന് ഒരു 2-2:30 മണിക്ക് മോർണിംഗ് ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിൽ നിന്ന് കഴിച്ചില്ല. ലോഞ്ചിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച്. ലോഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ലോഞ്ച് അടിപൊളിയായിരുന്നു. അവരുടെ ഫെസിലിറ്റീസും അതുപോലെ സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു. 9:45 ഫ്ലൈറ്റ്. അങ്ങനെ ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ നേരെ ഗേറ്റിലേക്ക് പോയി. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഇത് കൊച്ചി ടു ദുബായ് ആണ് ഫസ്റ്റ് ഫ്ലൈറ്റ് വരുന്നത്. പിന്നെ ദുബായിലാണ് ലേ ഓവർ വരുന്നത്. പിന്നെ ദുബായ് ടു ലണ്ടൻ. അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. 13 hours ജേർണിയാണ് ടോട്ടൽ പറയുകയാണെങ്കിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു മെറീന. അവളും UK വർക്ക് ചെയ്യാണ്. അവളുള്ളത് ഈ ജേണി കുറച്ചും കൂടി എളുപ്പമാക്കി. കാരണം കുട്ടിയുള്ളത് കാരണം എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമായിട്ട് ഫ്ലൈ ചെയ്യാണ്. അവളുള്ളത് കാരണം കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം ഈസിയായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫൈനലി ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളവിടെ സെറ്റിലായി. കുഴപ്പമൊന്നുമില്ല. കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ടേക്ക് ഓഫിൻ്റെ ടൈമായി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. കറക്റ്റ് ടൈമിൽ തന്നെ ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഫ്ലൈറ്റ് എല്ലാം ടേക്ക് ഓഫ് ആയി. ഇതായിരുന്നു ത്രിലോകിൻ്റെ ബാസിനെറ്റ്. അവർ വെൽക്കം ഡ്രിങ്ക് എല്ലാം തന്ന്. ലഞ്ച് ടൈം ആയപ്പോൾ ഞാൻ ലാമ്പായിരുന്നു ചൂസ് ചെയ്തായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അതിൽ ഡെസേർട്ട് റാസ്ബെറി കേക്കും പിന്നെ നമ്മുടെ ഗുലാബ് ജാമുനും ആയിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു മാംഗോ പിക്കിൾ കിട്ടി. അത് ഭയങ്കര മോശമായിരുന്നു. ഒരു രസം ഉണ്ടായിരുന്നില്ല. കുട്ടി ബാസിനെറ്റിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ ഓക്കെ ആണോ, അവൻ ഉറങ്ങുകയാണോ എന്താണെന്നുള്ളത്. അപ്പം കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഈ ഷെയ്ഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അടിപൊളിയായിരുന്നു പുറത്ത് കാണാൻ. ആകാശം കാണാൻ അടിപൊളിയായിരുന്നു. താഴെ നോക്കുമ്പോൾ മറ്റേ മരുഭൂമിയായിരുന്നു കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഫുള്ള് മരുഭൂമിയായിരുന്നു. അതായത് ദുബായ് എത്താറായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ അവനാണെങ്കിൽ കുട്ടിയാണെങ്കിൽ ഇടയ്ക്ക് ഹായ് പറയുന്നുണ്ടായിരുന്നു കൈയൊക്കെ പൊക്കിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടതിന് ശേഷം ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം കിടന്നുറങ്ങാൻ പറ്റി അതിന് ശേഷം. പിന്നെ ഇതുപോലെ ഷെയ്ഡ് പിന്നെയും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ട് ഫുള്ള് മലകളോ എന്തോ മല തന്നെ തോന്നുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു കാണാൻ. നമ്മൾ ഈ നോട്ടിലൊക്കെ വരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു. ഈ മലയും ഇതൊക്കെ വരയ്ക്കില്ലേ അതുപോലെ. റോഡൊക്കെ കുഞ്ഞി ചെറുതായിട്ട് അങ്ങനെ. അത് ദൂരേക്ക് നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ ഫുള്ളി മേഘങ്ങളിങ്ങനെ നിൽക്കണമൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു കാണാനൊക്കെ. അങ്ങനെ ലാസ്റ്റ് അവർ ഫൈനലി ഹോട്ടലൊക്കെ തന്ന് ഞങ്ങളിതാ ദുബായി എത്തി. അങ്ങനെ ഞങ്ങൾ ദുബായി എത്തി. ഇവിടെ എത്തിയപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇനി ഒരു 2.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് ലണ്ടനിലേക്കാണ്. അതൊരു 7 hours ജേണിയാണ്. എമിറേറ്റ്സിൻ്റെ A380 ആണ് ഫ്ലൈറ്റ്. ഡബിൾ ഡെക്കറായിരുന്നു. അപ്പം ഇങ്ങനെയായിരുന്നു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ. ഇങ്ങനെയായിരുന്നു കാണാനൊക്കെ. നല്ല അടിപൊളിയായിരുന്നു. ദുബായ്ക്കുള്ള ഫ്ലൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലതായിരുന്നു ലണ്ടനിക്കുള്ളത്. അത് കുറച്ചും കൂടി സ്പേഷ്യസ് ആയ പോലെയും അതുപോലെ അതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും കുറച്ചും കൂടി അടിപൊളിയായിട്ടേക്ക് തോന്നിയായിരുന്നു. ദുബായ് എയർപോർട്ട് നേരെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിന് കയറി ഞങ്ങളിതാ പോവുക. അപ്പോൾ ഇരിക്കണ പൈലറ്റിൻ്റെ ഒരു ഡോറ് പോലത്തെ സാധനം, അത് ത്രിലോകിന് അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഒരു എയർ ഹോസ്റ്റസ് കൊടുത്ത്. അങ്ങനെ കുട്ടികൾക്ക്, ഈ ചെറിയ കുട്ടികൾക്ക് അവരങ്ങനെ കൊടുക്കും തോന്നുന്നുണ്ട്. ഈ ദുബായ്ക്കുള്ള ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആദ്യം ദുബായ്ക്കുള്ള ഫ്ലൈറ്റിന് കിട്ടിയത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു ഇതേപോലത്തെ ഒരു ഡോളായിരുന്നു. ഇപ്പോൾ കിട്ടിയത് പൈലറ്റിൻ്റെ ഒരു ഡോള്. അടിപൊളിയാണ് രണ്ടും. ഈ ഫ്ലൈറ്റിലും ഞാൻ ബാസിനെറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ബാസിനെറ്റൊക്കെ തന്നായിരുന്നു. പക്ഷേ
ഇവന് ഉറങ്ങാത്തപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെച്ച്, അവൻ എൻ്റെ അടുത്ത് തന്നെ വെച്ച്. അപ്പോൾ അവനിതാ കളിക്കും ചിരിക്കണമൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അവൻ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ കളിച്ച് ടയർഡായി നേരെ ഞാൻ ബാസിനെറ്റ് കിടത്തി. അപ്പോൾ ആ സമയം കൊണ്ടിരിക്കും കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അവർ അതിൽ തന്നതാണിത്. ഈ സ്ലിപ്പേഴ്സും ഐ മാസ്കും ഒക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. ഹെഡ്സെറ്റ് ആ ഐ മാസ്കും സ്ലിപ്പേഴ്സും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ അതിൽ കുറേ ജെല്ലി മിഠായി അങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ അൺലിമിറ്റഡ് ആയിരുന്നു, എത്ര വേണമെങ്കിലും നമുക്ക് ചോദിക്കാമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചായയും കാപ്പിയും അങ്ങനെ കുടിച്ചു. പിന്നെ മീൽ ടൈം ആയപ്പോൾ ഞാൻ റോസ്റ്റ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ആ സമയത്ത് കുട്ടി നീച്ച കാരണം എനിക്ക് നേരെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെടുത്ത് അവിടെ എടുത്തു വയ്ക്കാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ കഴിച്ച്. പിന്നെ അവന് എണീച്ചപ്പോൾ ഈ പൈലറ്റിൻ്റെ ആ ഡോള് ഭയങ്കര ഇഷ്ടമായി. അത് വെച്ചിട്ട് കുറച്ച് നേരം കളിക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവനെടുത്തു. അവനിത് ഈ കളറും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഈ നീല കളറൊക്കെ കണ്ടിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തണുപ്പായി തുടങ്ങി തോന്നിയപ്പോൾ ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മാറ്റി കൊടുത്ത് ഞാൻ ഒരു സിനിമയെ കണ്ട് നേരെ ഞാൻ വാഷ്റൂം പോകുമ്പോഴാണ് ഞാനിത് ലോഞ്ച് കണ്ടത്. ലോഞ്ചിലും ഇതേപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ വേണമെങ്കിൽ അവിടുന്ന് കഴിക്കാം, അതൊക്കെ അൺലിമിറ്റഡ് തന്നെയാണ്. ഞാൻ പക്ഷെ ഒന്നും കഴിച്ചതൊന്നുമില്ല. പിന്നെ ഞാനൊരു ചായയും സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇത് വെള്ളം ഇങ്ങനെ 3 ബോട്ടിൽ വെള്ളം നമ്മുടെ സീറ്റിൻ്റെ ബാക്കിലുള്ള കൗണ്ടറിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയായിരുന്നു ഇനി എത്ര ഇതുണ്ട്, ദൂരമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ലണ്ടൻ എത്താറായി. അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവനെ ഞാൻ കയ്യിൽ വെച്ചു. അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ ലാൻഡ് ചെയ്തു. ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു 1/4 മണിക്കൂറിനുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവർ ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.